സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് കമന്റ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം ഏത് ടൈഗർ റിസർവിലാണ് സ്ഥാപിക്കുന്നത്? ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം എന്തിന്റെ സംരക്ഷണ കേന്ദ്രമാണ്? വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം ഏത് ടൈഗർ റിസർവിലാണ് സ്ഥാപിക്കുന്നത്? എവിടെയാണ്? ആനമല ടൈഗർ റിസർവിലാണ്. ആനമല ടൈഗർ റിസർവിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത്. അടുത്ത ചോദ്യം, സ്വച്ഛ് സർവേഷൻ സർവേ ആരംഭിച്ച വർഷം ഏതാണ്? സ്വച്ഛ് സർവേഷൻ സർവേ സ്വച്ഛ് സർവേഷൻ സർവേ ആരംഭിച്ച വർഷം ഏത് വർഷമാണ്? 2016. 2016. ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ കറണ്ട് അഫയേഴ്സിൽ പഠിച്ച ചോദ്യമാണ്. ഉത്തരം ഏതാണ്? സിക്കിമിലെ യാക്തേനാണ്. സിക്കിമിലെ യാക്തേനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം. ട്രൈബൽ ജീനോം സീക്വൻസിംഗ് നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത്? ട്രൈബൽ ജീനോം സീക്വൻസിംഗ് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ്. ട്രൈബൽ ജീനോം സീക്വൻസിംഗ് നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഡോക്ടർ MS സ്വാമിനാഥനോടുള്ള ആദര സൂചകമായി അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 7 കർഷക ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത്? ആരോടുള്ള ആദര സൂചകമായിട്ടാണ്? ഡോക്ടർ MS സ്വാമിനാഥനോടുള്ള ആദര സൂചകമായിട്ട്. അദ്ദേഹത്തിന്റെ ജന്മദിനമായ എന്നാണ് ജന്മദിനം ഓഗസ്റ്റ് 7. ഏത് ദിനമായിട്ട് ആചരിക്കുന്നു? കർഷക ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്നതാണ് ചോദ്യം. ഏത് സംസ്ഥാനമാണ്? മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. അപ്പോൾ ഡോക്ടർ MS സ്വാമിനാഥനോടുള്ള ആദര സൂചകമായിട്ട് അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 7 കർഷക ദിനമായിട്ട് ആചരിക്കുവാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? മഹാരാഷ്ട്രയാണ്. അപ്പൊ ഇതില് ഡോക്ടർ MS സ്വാമിനാഥൻ, ഓഗസ്റ്റ് 7 കർഷക ദിനം, മഹാരാഷ്ട്ര. അടുത്ത ചോദ്യം, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ LICയുടെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും മാനേജിംഗ് ഡയറക്ടറുമായിട്ട് നിയമിതനായത് ആരാണ്? ഉത്തരം R. ദൊരൈസ്വാമിയാണ്. R. ദൊരൈസ്വാമി. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും മാനേജിംഗ് ഡയറക്ടറുമായിട്ട് നിയമിതനായത് ആരാണ്? R. ദൊരൈസ്വാമി. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ IGNOയുടെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലറായിട്ട് നിയമിതയായത് ആര്? ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി IGNOയുടെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലറായിട്ട് നിയമിതയായത് ആര്? പ്രൊഫസർ ഉമാ കാഞ്ചിലാൽ ആണ്. പ്രൊഫസർ ഉമാ കാഞ്ചിലാൽ. കേരള സ്റ്റേറ്റ് ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാനായിട്ട് നിയമിതനായത് ആര്? കേരള സ്റ്റേറ്റ് ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ആയിട്ട് നിയമിതനായത് ആരാണ്? K. മധുവാണ്. സംവിധായകൻ K. മധു. ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ ലോകത്തിലെ മികച്ച ഉപഭോക്തൃ ബാങ്കായി തെരഞ്ഞെടുത്ത ബാങ്ക് ഏതാണ്? ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ ലോകത്തിലെ മികച്ച ഉപഭോക്തൃ ബാങ്കായിട്ട് തെരഞ്ഞെടുത്തത് ഏത് ബാങ്കിനെയാണ്?
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ ലോകത്തിലെ ഏറ്റവും മികച്ച ഉപഭോക്തൃ ബാങ്കായിട്ട് തെരഞ്ഞെടുത്തത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. കേരളത്തിൽ ആദ്യമായിട്ട് കവച് സുരക്ഷാ സംവിധാനം നിലവിൽ വരുന്ന റെയിൽ പാത ഏതാണ്? കേരളത്തിൽ ആദ്യമായിട്ട് കവച് സുരക്ഷാ സംവിധാനം നിലവിൽ വരുന്ന റെയിൽ പാത ഏതാണ്? ഉത്തരം എറണാകുളം സൗത്ത് ഷൊർണൂർ ജംഗ്ഷൻ പാതയാണ്. എറണാകുളം സൗത്ത് ടു ഷൊർണൂർ ജംഗ്ഷൻ പാതയാണ് കേരളത്തിൽ ആദ്യമായിട്ട് കവച് സുരക്ഷാ സംവിധാനം നിലവിൽ വരുന്ന റെയിൽ പാത. എറണാകുളം സൗത്ത് ടു ഷൊർണൂർ ജംഗ്ഷൻ പാത. ദി ഓട്ടോബയോഗ്രഫി ഓഫ് ആൻ അൺനോൺ ഇന്ത്യൻ അല്ലെങ്കിൽ അജ്ഞാതനായ ഇന്ത്യക്കാരന്റെ ആത്മകഥ എന്ന പ്രശസ്തമായ കൃതിയുടെ രചയിതാവ് ആരാണ്? ദി ഓട്ടോബയോഗ്രഫി ഓഫ് അൺനോൺ ഇന്ത്യൻ അല്ലെങ്കിൽ അജ്ഞാതനായ ഇന്ത്യക്കാരന്റെ ആത്മകഥ എന്ന പ്രശസ്തമായ കൃതിയുടെ രചയിതാവ് നിരാദ് സി ചൗധരിയാണ്. നിരാദ് സി ചൗധരി. അടുത്ത ചോദ്യം, സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി ആണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി. ചുവന്നുള്ളിയുടെ നീറ്റലിനും രൂക്ഷഗന്ധത്തിനും കാരണമായ പ്രധാന മൂലകം ഏത്? ചുവന്നുള്ളിയുടെ നീറ്റലിനും രൂക്ഷഗന്ധത്തിനും കാരണമായ പ്രധാന മൂലകം ഏതാണ്? സൾഫർ ആണ്. സൾഫർ. ആവർത്തന പട്ടികയിൽ ഹാലജൻ കുടുംബം എന്നറിയപ്പെടുന്നത് ഗ്രൂപ്പ് 17 ആണ്. ഗ്രൂപ്പ് 17 ആണ് ഹാലജൻ കുടുംബം. ശരീരത്തിലെ അന്തസ്രാവി ഗ്രന്ഥി കൂടിയായ മസ്തിഷ്ക ഭാഗം ഏതാണ്? ശരീരത്തിലെ അന്തസ്രാവി ഗ്രന്ഥി കൂടിയായ മസ്തിഷ്ക ഭാഗം ഹൈപ്പോതലാമസ് ആണ്. ശരീരത്തിലെ അന്തസ്രാവി ഗ്രന്ഥി കൂടിയായ മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഒരു സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറലായി നിയമിക്കപ്പെടുന്നതിന് ഏത് ഉന്നത നീതിന്യായ പദവി വഹിക്കുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകളാണ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടത്? ഒരു സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറലായിട്ട് നിയമിക്കപ്പെടുന്നതിന് ഏത് ഉന്നത നീതിന്യായ പദവി വഹിക്കുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകളാണ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടത്? ഹൈക്കോടതി ജഡ്ജിയാണ്. ഹൈക്കോടതി ജഡ്ജിക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകളാണ് ഉണ്ടായിരിക്കേണ്ടത്. മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് പ്രധാനമായും സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് പ്രധാനമായും സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? കോർട്ടിസോൾ ആണ്. കോർട്ടിസോൾ. മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് പ്രധാനമായിട്ടും സഹായിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. കേരളത്തിലെ പ്രശസ്തമായ കൃഷ്ണഗിരി സ്റ്റേഡിയം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ പ്രശസ്തമായ കൃഷ്ണഗിരി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ല. ജനങ്ങളുടെ കോടതി എന്നറിയപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ജനങ്ങളുടെ കോടതി എന്നറിയപ്പെടുന്നത് ലോക് അദാലത്താണ്. ലോക് അദാലത്താണ് ജനങ്ങളുടെ കോടതി എന്ന് അറിയപ്പെടുന്നത്. മൈക്രോസ്കോപ്പിൽ വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്നതിന് സാധാരണയായി ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? മൈക്രോസ്കോപ്പില് വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്നതിന് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. കോൺവെക്സ് ലെൻസ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലബാറിനെ പ്രതിനിധാനം ചെയ്ത വനിതകൾ ആരെല്ലാം? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലബാറിനെ പ്രതിനിധാനം ചെയ്ത വനിതകൾ അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനുമാണ്. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്നത് മീസോസ്ഫിയർ ആണ്. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? മീസോസ്ഫിയർ.
ഇന്ത്യയുടെ ചന്ദ്രയാൻ 2 ദൗത്യത്തിന്റെ ഭാഗമായ പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് എന്നാണ്? ഇന്ത്യയുടെ ചന്ദ്രയാൻ 2 ദൗത്യത്തിന്റെ ഭാഗമായ പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് എന്നാണ്? 22 ജൂലൈ 2019 ജൂലൈ 22 ഇന്ത്യയുടെ ചന്ദ്രയാൻ 2 ദൗത്യത്തിന്റെ ഭാഗമായ പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത്. 2019 ജൂലൈ 22. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 4 മെട്രോ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ശൃംഖലയായ സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ, ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി ആണ് ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ പ്രമുഖ നേതാക്കളായ ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് ഇന്ത്യൻ ദേശീയ സമരത്തിലെ ഏത് കാലഘട്ടത്തിലാണ് ഉൾപ്പെടുന്നത്? ലാൽ പാൽ ബാൽ എന്നറിയപ്പെടുന്നവർ ആരൊക്കെയാണ്? ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്. ഇത് ഇന്ത്യൻ ദേശീയ സമരത്തിലെ ഏത് കാലഘട്ടത്തിലാണ് ഉൾപ്പെടുന്നത്? തീവ്ര ദേശീയതയുടെ കാലഘട്ടമാണ്. ഓപ്ഷൻ ബി, തീവ്ര ദേശീയതയുടെ കാലഘട്ടം. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാന്ധിയൻ ആശയങ്ങളിൽ പെടാത്തത് ഏത്? ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാന്ധിയൻ ആശയങ്ങളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് യൂണിഫോം സിവിൽ കോഡാണ്. യൂണിഫോം സിവിൽ കോഡ്. താഴെ പറയുന്നവയിൽ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധമുള്ള പ്രസ്താവനകൾ കണ്ടെത്തുക. വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധമുള്ളത്. ഇവിടെ തന്നിരിക്കുന്നു ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനും ആരാധന നടത്തുന്നതിനും വേണ്ടിയായിരുന്നു, വഴി നടക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു, പിന്തുണ നൽകാൻ മഹാത്മാഗാന്ധി എത്തിയിരുന്നു. വൈക്കം സത്യാഗ്രഹം. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 2, 3 എന്നിവ ശരിയാണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു വൈക്കം സത്യാഗ്രഹം? വഴി നടക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു. അതുപോലെ പിന്തുണ നൽകുവാനായിട്ട് മഹാത്മാഗാന്ധി എത്തിയിരുന്നു എന്ന് പറഞ്ഞതും ശരിയാണ്. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യയിലെ വൈസ്രോയ് ആരായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരകാലം 1942 ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ലിൻലിത്കോ പ്രഭു ആയിരുന്നു. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ലിൻലിത്കോ പ്രഭു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ലിൻലിത്കോ പ്രഭു. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുവാനുള്ള അധികാരം ആർക്കാണ്? സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ PSC മെമ്പറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുവാനുള്ള അധികാരമുള്ളത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. രാഷ്ട്രപതി. ഇന്ത്യയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7. ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിലുള്ളത്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏത് എന്നതാണ് നമ്മളോടുള്ള ചോദ്യം. ഉത്തരം ഏതാണ് വരുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 3 എന്നിവ ശരിയാണ്. 1ഉം 3ഉം ശരിയാണ്. എന്താണ്? ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7 ശരിയാണ്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. ശരിയാണ്. ഇവിടെ തന്നിരിക്കുന്നു 29 സംസ്ഥാനങ്ങൾ, നിലവിൽ 28 സംസ്ഥാനങ്ങൾ, 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, നിലവിൽ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണുള്ളത്. ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ 28 സംസ്ഥാനങ്ങൾ, 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. അടുത്ത ചോദ്യം, പീസ്, ലാൻഡ് ആൻഡ് ബ്രെഡ് ഈ മുദ്രാവാക്യം ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പീസ്, ലാൻഡ് ആൻഡ് ബ്രെഡ് മുദ്രാവാക്യം റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. റഷ്യൻ വിപ്ലവം. ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകുന്ന രക്താണുക്കൾ ഏത്? ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകുന്നത് ശ്വേതരക്താണുക്കളാണ്. ശ്വേതരക്താണുക്കളാണ് ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകുന്നത്. മൃതകോശങ്ങളിൽ നിന്നും പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് ജീവിക്കുന്ന ജീവികൾ അറിയപ്പെടുന്നത്. മൃതകോശങ്ങളിൽ നിന്നും പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് ജീവിക്കുന്ന ജീവികളാണ് സാപ്രോഫൈറ്റുകൾ. ഓപ്ഷൻ എ ആണ് ഉത്തരം. സാപ്രോഫൈറ്റുകൾ.
ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന തന്നിരിക്കുന്നു. കൃഷിയോഗ്യമായ സ്ഥലത്തിന്റെ അളവ് വർദ്ധിച്ചു. വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം കുറഞ്ഞു. ഗുണം കൂടുതൽ ലഭിച്ചത് വൻകിട കർഷകർക്കായിരുന്നു. കാർഷിക വായ്പകളുടെ ആവശ്യകത കൂടി. നമ്മളോട് ചോദിച്ചത് എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ്. തെറ്റായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം കുറഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. താഴെ കൊടുത്തതിൽ മഹാനദിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഒഡീഷയിലെ സിംഹാവ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദിയായ ഷിയോനാഥ് മഹാനദിയുടെ പോഷക നദിയാണ്. പാരദീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്ന നദീമുഖം ഹിരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് മഹാനദിയിലാണ്. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 2, 3, 4 എന്നിവ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദിയാണ് ഷിയോനാഥ് നദി. ഷിയോനാഥ് നദി മഹാനദിയുടെ പോഷക നദിയാണെന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. പാരദീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്ന നദീമുഖം ശരിയാണ്. ഹിരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് മഹാനദിയിലാണ്. ശരിയാണ്. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹം. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ. ആൻഡമാൻ നിക്കോബാർ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്നു. ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന അവസ്ഥയുടെ പ്രത്യേകത എന്ത്? ഡയബറ്റീസ് ഇൻസിപ്പിഡസ് മൂത്രത്തിലൂടെ അധികം ജലനഷ്ടം. മൂത്രത്തിലൂടെ അധികം ജലനഷ്ടം. ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് എന്നാണ്. ഓപ്ഷൻ സി ആണ്. 3 മാത്രമാണ് ബന്ധമില്ലാത്ത പ്രസ്താവന. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. ശരിയാണ്. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരെന്ന് കമന്റ് ചെയ്യുക. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആര് എന്ന് കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. ശ്രീനാരായണ ഗുരുവാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ശ്രീനാരായണ ഗുരു. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതി. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്നത് ഹൈഡ്രോപോണിക്സ് ആണ്. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതി ഏതാണ്? ഹൈഡ്രോപോണിക്സ്. വരയുടെ പരമശിവൻ എന്ന് BKN വിശേഷിപ്പിച്ചത് ആരെ? വരയുടെ പരമശിവൻ എന്ന് BKN വിശേഷിപ്പിച്ചത് ആരെയാണ്? KM വാസുദേവൻ നമ്പൂതിരിയെയാണ്. KM വാസുദേവൻ നമ്പൂതിരിയെയാണ് വരയുടെ പരമശിവൻ എന്ന് BKN വിശേഷിപ്പിച്ചത്. സങ്കര ഇനം തക്കാളി ഏത്? സങ്കര ഇനം തക്കാളി തന്നിരിക്കുന്നത് ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ, അക്ഷയ. സങ്കര ഇനം തക്കാളി ഏതാണ്? അക്ഷയയാണ് സങ്കര ഇനം തക്കാളി. മാരക രോഗങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു? മാരക രോഗങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് താലോലം. ഓപ്ഷൻ എ ആണ് ഉത്തരം. താലോലം. മനുഷ്യ ശരീരത്തിൽ അന്നപഥത്തിലെ ഏത് ഭാഗമാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്? മനുഷ്യ ശരീരത്തില് അന്നപഥത്തിലെ ഏത് ഭാഗമാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്? ചെറുകുടലാണ്. ചെറുകുടലാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാനിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുത്തത് പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ ആയിരുന്നില്ല. 5 ലക്ഷം ജനങ്ങൾക്ക് ഒരാൾ എന്ന അനുപാതത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ശരിയാണ്. 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാനിലൂടെ
പ്ലാനിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിച്ചത്. ശരിയാണ്. ഭരണഘടന നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തത് പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ ആയിരുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. ശാസ്ത്രജ്ഞനായ റോബർട്ട് ബ്രൗൺ എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? റോബർട്ട് ബ്രൗൺ കോശകേന്ദ്രം അഥവാ ന്യൂക്ലിയസ് കണ്ടെത്തി. കോശകേന്ദ്രം അഥവാ ന്യൂക്ലിയസ് കണ്ടെത്തി. റോബർട്ട് ബ്രൗൺ. ഏത് സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്? ഏത് സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്? IUCN ആണ്. IUCN. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ കഥകളി സംഗീതം പ്രചരിച്ചു തുടങ്ങിയത്. പ്രസ്തുത കാലഘട്ടത്തിൽ കഥകളി സംഗീതം രാജകീയ സദസ്സുകളിൽ മാത്രമായിരുന്നു പ്രചാരം നേടിയത്. ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. എയും ബിയും ശരിയാണ്. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ കഥകളി സംഗീതം പ്രചരിച്ചു തുടങ്ങിയത്. ശരിയാണ്. പ്രസ്തുത കാലഘട്ടത്തിൽ കഥകളി സംഗീതം രാജകീയ സദസ്സുകളിൽ മാത്രമായിരുന്നു പ്രചാരം നേടിയിരുന്നത്. ശരിയാണ്. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, ഒരു അക്വേറിയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയരുന്ന വാതക കുമിളയുടെ വലിപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടി വരുന്നു. ഈ പ്രതിഭാസം ഏത് വാതക നിയമം ഉപയോഗിച്ച് വിശദീകരിക്കാം? ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. ബോയിൽ നിയമമാണ്. ബോയിൽ നിയമം. ഈ ഒരു ചോദ്യത്തോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ എത്ര ആൻസേഴ്സ് ശരിയാക്കാൻ പറ്റിയെന്ന് കമന്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.